നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് വായിച്ച വാർത്തയായിരുന്നു ജൂലൈ 5 പുലർച്ചെ 4:18 ലോകം കാത്തിരിക്കുന്ന ആ വലിയ ദുരന്തമുണ്ടാകുമെന്ന്. ആ പ്രവചനത്തിന്റെ പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം പോർച്ചുഗലിൽ ഉണ്ടായ വലിയ സംഭവ വികാസങ്ങൾ, അതിന് തൊട്ട് മുൻപ് തന്നെ ഉണ്ടായ പലയിടങ്ങളിലായി ഉണ്ടായ ഭൂമികുലുക്കം, ഒരുപക്ഷെ ജൂലൈ 5 സംഭവിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ ആ ശക്തി, ആ ആഴം ഉയർത്തുന്ന അല്ലെങ്കിൽ ആ ആഴം കൂട്ടുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. റോൾ ക്ലൗഡ് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പോർച്ചുഗലിൽ തീരത്ത് ഞായറാഴ്ച കടലിൽ നിന്ന് വൻ തിരമാല കണക്കെ ഒരു ഭീമാകാരമായ റോൾ ക്ലൗഡ് ഉണ്ടാവുകയാണ്. ആ റോൾ ക്ലൗഡ് ആഞ്ഞടിച്ചത് കാഴ്ചക്കാരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് തീരത്തേക്ക് പാഞ്ഞെടുത്ത ഈ മേഘരൂപം നൂറുകണക്കിന് ആളുകളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഭീമാകാരമായ തിരമാല, തീരത്തേക്ക് വരുന്നത് പോലെ തോന്നിക്കുന്ന ഈ മേഘരൂപം കണ്ടാൽ ആരുമൊന്ന് ഭയന്നു പോകും. പിന്നെ സൺബാത്ത് ചെയ്യുകയായിരുന്ന സഞ്ചാരികളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. സംഭവം സിമ്പിൾ ആണെങ്കിലും കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന തരത്തിലുള്ള രീതിയായിരുന്നു സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്യൂബ് ആകൃതിയിലുള്ള ഈ വിചിത്ര മേഘത്തോടൊപ്പം അതിശക്തമായ കാറ്റുമെത്തിയെന്ന ദൃക്സാക്ഷികൾ പറയുന്നതാണ്. വോൾക്കാഹോളിക് എന്ന എക്സ് അക്കൗണ്ടാണ് ഈ റോൾ ക്ലൗഡിന്റെ വീഡിയോ പങ്കുവച്ചത്. ഈ അതിവേഗം ഓൺലൈനിൽ വൈറലാവുകയും ചെയ്തിരുന്നു. യൂറോ ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് പോർച്ചുഗലിലും പടിഞ്ഞാറൻ യൂറോപ്പിലും അതിതീവ്രമായ ഉഷ്ണതരംഗം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ റോൾ ക്ലൗഡ് രൂപപ്പെട്ടത് എന്നാണ്. റോൾ ക്ലൗഡുകൾ താരതമ്യേന അപൂർവ കാഴ്ചയാണ്. ഉഷ്ണവും വരണ്ടതുമായ കാറ്റ് തണുത്ത കടൽക്കാറ്റുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ഇവ രൂപപ്പെടുന്നത്. ഇത് ആകാശത്തു കൂടി ഇരുണ്ട് നീങ്ങുന്നതായി തോന്നിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ മേഘത്തെ സൃഷ്ടിക്കുന്നുണ്ട്. സുനാമിക്ക് സമാനമായി തോന്നിക്കുന്ന രൂപം പലപ്പോഴും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഇത് ഭൂകമ്പമായോ സുനാമിയായോ ബന്ധപ്പെട്ടതല്ല എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. എന്നാലും ജൂലൈ 5 ഒരു നിർണായക ദിവസമായി ലോകം കണക്കാക്കുന്ന ദിവസത്തിന് മുമ്പ് തന്നെ ഇത്തരമുള്ള പ്രകൃതി സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഭയത്തോടു കൂടിയാണ് ഇതെല്ലാം കാണുന്നത്. ഒരു വലിയ ദുരന്തം ഉണ്ടാകുമെന്ന കോമിക് ബുക്കുകളുടെയും ഗ്രാഫിക് നോവലുകളുടെയും എഴുത്തുകാരി പ്രവചിച്ചതിന് ശേഷം ഇപ്പോൾ ജപ്പാനിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 2011 സുനാമിയെ കുറിച്ച് അവർ മുൻപ് നടത്തിയ പ്രവചനം ചില ആശങ്കകൾ കൂടി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വരുന്ന ഈ യൂറോപ്പിലെ ചില ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന റോൾ ക്ലൗഡ് ഒക്കെ തന്നെ സത്യത്തിൽ ഇതുമായി കൂട്ടി വായിക്കുകയാണ് ജനം. ഒപ്പം തന്നെ ഈ പ്രവചനം സാമൂഹിക മാധ്യമങ്ങളുടെ അതിവേഗം പ്രചരിച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞരും അധികാരികളും ഇത്തരം പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായി ഒരു തരത്തിലുമുള്ള തെളിവുകളില്ല എന്ന് പറയുമ്പോഴും ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ലോകം ഇതിനെ കാണുന്നത്. വാദിഷിക മിതമിറായി എന്ന മാംഗയുടെ രചയിതാവായിട്ടുള്ള റിയോ തസുഗി എന്ന എഴുത്തുകാരിയാണ് 2011 മാർച്ചിലെ സുനാമിയെ കുറിച്ച് കൃത്യമായി പ്രവചിച്ചത്. അവരുടെ സ്വപ്ന ജേർണലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ മാംഗ 1999 ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 2011 തൊഹാങ്കു ഭൂകമ്പത്തിന് സുനാമിക്കും ശേഷം 2011 മാർച്ചിലെ വലിയ ദുരന്തം എന്നാണ് പുതിയ മാംഗയുടെ കവർ പേജിൽ എഴുതിയിരിക്കുന്നത്. ഇത് അവരെ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2021 പുറത്തിറക്കിയ മാംഗയുടെ മറ്റൊരു പതിപ്പിൽ 2025 ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഫിലിപ്പൈൻ കടലിൽ നിന്നുള്ള ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് 2011 ഉണ്ടായ സുനാമിയുടെ 3 ഇരട്ടി ഉയരമുള്ള ഒരു തിരമാല വരുമെന്നാണ് ഇതിൽ കൃത്യമായി വിവരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരമുള്ള റോൾ ക്ലൗഡിനെ ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രവചനം ശക്തമാക്കുന്ന തരത്തിൽ, ഈ പ്രവചനം സത്യമാകുന്ന തരത്തിലാണോ ഈ റോൾ ക്ലൗഡ് ഉണ്ടാകുന്നത് എന്നൊരു ഭയമാണ്. സത്യത്തിൽ ആ പ്രവചനത്തിൽ പറയുന്നത് സമുദ്രത്തിൽ വലിയ തീഗോളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സമുദ്രം തിളച്ചു മറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടാണല്ലോ റോൾ ക്ലൗഡും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. സമുദ്രവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രതിഭാസം കൂടിയാണല്ലോ. അപ്പോൾ ഈ പ്രവചനമൊക്കെ തന്നെ സത്യമാകാനുള്ള സാധ്യത ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒരു പക്ഷേ സത്യമാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ റോഡ് ക്ലൗഡ് അടക്കമുള്ളവ ഉണ്ടായിരിക്കുന്നത്. റോഡ് ക്ലൗഡ് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 6 ഭൂകമ്പങ്ങൾ, 6 ഭൂമികുലുക്കങ്ങളൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 6 ഭൂമികുലുക്കം ഉണ്ടാകുന്നു, മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു, ഇത്തരത്തിലുള്ള റോഡ് ക്ലൗഡുകൾ ഉണ്ടാകുന്നു. ആ സത്യത്തിൽ നമ്മളെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. ജനം നാടുവിട്ട് ഇറങ്ങുന്നു എന്ന ചോദ്യത്തിന് അതെ എന്ന് ഒരു പക്ഷെ ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കൂടാതെ ഈ ഭീതി രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയെയും കാര്യമായി തന്നെ
തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. പൊതുജനങ്ങളിൽ ഇത് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കി എന്നാണ് റിപ്പോർട്ട്. ഏറെ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയേറിയ രാജ്യമാണ് ജപ്പാൻ. അതിനാൽ ഭൂകമ്പങ്ങളും സുനാമികളും പതിവായതിനാൽ തന്നെ ഇത്തരം പ്രവചനങ്ങൾ ജനങ്ങളിൽ കൂടുതൽ വേഗത്തിൽ പരിഭ്രാന്തി പരത്താനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ഈ പരിഭ്രാന്തിക്കിടയിൽ ജനങ്ങളോട് ശാന്തത പാലിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി ഇത്തരം പ്രവചനങ്ങളെ വിശ്വസനീയമല്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആവർത്തിക്കുമ്പോഴും ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ പാടുപെടുകയാണ്. കൂടാതെ ഈ ഒരു പ്രവചനം കാരണം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ ഒന്നടങ്കം തകർന്നടിയുകയാണ്. ടൂറിസത്തിൽ ഇടിവ് തുടരുന്നുവെങ്കിൽ 560 മില്യൺ യെൻ നഷ്ടമുണ്ടാകുമെന്ന് നോമുറ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക വിദഗ്ധ പറയുന്നു. ഒരു വിഭാഗം ആളുകൾ ഈ പ്രവചനത്തെ പേടിയോടുകൂടി തന്നെയാണ് കാണുന്നത് എങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾ വരുന്നത് വരട്ടെ എന്ന പരിഹാസത്തോടു കൂടിയാണ് ഈ പ്രവചനത്തെ നേരിടുന്നത്. കൂടാതെ തത്സുഗയുടെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുന്നവരും ഏറെയാണ്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ വിശ്വസിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഹൈക്ക് നടത്താം എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഹോങ്കോങ്ങിലെ ഗ്രേറ്റ ബേ എയർലൈൻസ് പോലെയുള്ള വിമാന കമ്പനികൾ ബുക്കിംഗിൽ 30% ഇടിവ് വന്നതിനെ തുടർന്ന് വിമാന സർവീസുകളുടെ എണ്ണം തന്നെ വെട്ടിക്കുറച്ചു. ഏഷ്യയിലെ ഫെങ്ഷുയി വിദഗ്ധരും ജൂണിനും ഓഗസ്റ്റിനുമിടയിൽ ഒരു വലിയ ഭൂകമ്പം പ്രവചിച്ചതും ഈ ഭീതിക്ക് ആക്കം കൂടുന്നുണ്ട്. എന്തായാലും പ്രവചനങ്ങൾ അതതുവഴി നടക്കട്ടെ. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ്. സത്യത്തിൽ മനുഷ്യന് മരവിച്ച അവസ്ഥയിലാണ് ജീവിതം. വരുന്നിടത്ത് വെച്ച് കാണാം വരട്ടെ, അല്ലെങ്കിൽ എന്തായാലും ജനിച്ചാൽ ഒരിക്കലും മരണമുണ്ടല്ലോ, അതിങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്ന പലരുമുണ്ട്. ഒരുപക്ഷെ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഭയന്ന് വിറച്ച ആളുകൾ വീട് വിട്ട് ഓടുന്നുവെന്ന അടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരുകൾ, ജപ്പാനിലുള്ള സംസ്ഥാന സർക്കാരുകൾ പലയിടങ്ങളിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പ്രവചനങ്ങൾ വരുന്നു. ഓരോ ദിവസവും പലതരത്തിലുള്ള ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യത്തിൽ.